ചേരാ വെൽക്കം ബാക്ക് ടു ടോക്സ് ആൻഡ് വർക്ക്സ് ബൈ രേവതി. അപ്പൊ എല്ലാവരും സേഫ് ആയിട്ടൊക്കെ ഇരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഞാനും സേഫ് തന്നെയാണ്. റൂമിനകത്ത് തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ തന്നെ ഫൈറ്റർ ജെറ്റുകളുടെ സൗണ്ട്, മിസൈലിന്റെ സൗണ്ട്, ഡ്രോണിന്റെ സൗണ്ട്, ആ സൗണ്ട് ഈ സൗണ്ട് എന്ന് വേണ്ട, അതൊന്നും പോരാത്തതിന് ഫോണിലാണെങ്കിൽ ഈ പറയുന്ന എന്താ പറയാ സേഫ്റ്റി അലേർട്സ് അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുവാണ്. ഉറങ്ങാൻ പോലും ചില സമയത്ത് പറ്റാറില്ല. ഒന്നിന് 2-3 ഫോണൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഇങ്ങനെ മാറി മാറി കീ 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 അടിച്ചുകൊണ്ടിരിക്കുവാണ്. ചില സമയത്ത് അങ്ങ് ടെൻഷൻ ആവും, അല്ലെങ്കിൽ ഉറക്കത്തിൽ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇതിലൊക്കെ ഇരിക്കും. ഈ സൗണ്ടൊക്കെ കേൾക്കുമ്പോൾ ഞെട്ടിയൊക്കെയാണ് ഉണരുന്നത്. പിന്നെ എന്നിരുന്നാൽ ഓക്കെ ഇത് തന്നെയല്ലേ എന്ന് പറഞ്ഞിട്ട് കിടന്നങ്ങോട്ട് ഉറങ്ങുവാലും ഉണ്ട് കേട്ടോ. അപ്പം നിലവിൽ അറിയാൻ സാധിച്ചെന്ന് പറഞ്ഞാൽ 1000-ലേറെ എന്തോ മിസൈൽ സംഭവങ്ങൾ, ലൈക്ക് മിസൈൽ ഡ്രോൺ എല്ലാം കൂടെ ചേർത്തിട്ട് എന്തോ സംഭവം 1000-ലേറെ അറ്റാക്സ് നടന്നിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ ലൈക്ക് ഇൻസ്റ്റഗ്രാമിൽ ഞാൻ കണ്ടത്. എന്നിരുന്നാലും ഒന്നിൽ പോലും വലിയ ആളപായമോ അല്ലെങ്കിൽ വലുതായിട്ടുള്ള നാശനഷ്ടങ്ങളോ ഒന്നും ഇല്ലാതെ തന്നെ ഇവിടുത്തെ ഡിഫൻസ് സിസ്റ്റമിലേക്ക് അതിനെ എല്ലാത്തിനെയും ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടുന്ന് ട്രാവലൊക്കെ നടക്കുന്നുണ്ട്, അതായത് ഫ്ലൈറ്റ് സർവീസ് കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ട്. അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പോകുന്ന ഫ്ലൈറ്റുകൾക്കൊക്കെ ഫൈറ്റർ ജെറ്റ്സ് എസ്കോർട്ട് പോകുന്നുണ്ട്. അതാണ് ലൈക്ക് ആ ഒരു സെക്യൂരിറ്റി സിസ്റ്റം, ലൈക്ക് അവർ പ്രൂവ് ചെയ്യുകയാണ് ഇവിടെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. ഇനി എന്തൊക്കെ പ്രശ്നം വന്നാലും ഇവിടുത്തെ ആൾക്കാരുടെ ലൈഫിനെയോ അല്ലെങ്കിൽ ഇവരുടെ ബാക്കിയുള്ള ഒരു കാര്യങ്ങളെയും അത് പ്രതികൂലമായിട്ട് ബാധിക്കാത്ത രീതിയിൽ അവർ അതിനെ ഹാൻഡിൽ ചെയ്യുകയാണ്. അല്ലെങ്കിൽ ഈ ഒരു കൺട്രിയുടെ ഡെവലപ്മെന്റ് ആണെങ്കിലും ഈ ഒരു കമ്പനിയുടെ ഈ ഒരു കൺട്രിയുടെ സ്റ്റെബിലിറ്റി തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇതിൽ നിന്ന് നമുക്ക് ലൈക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ശരിക്കും എനിക്ക് ഭയങ്കരമായിട്ടൊരു പ്രൗഡ് ഫീൽ ഒക്കെയാണ് തോന്നുന്നത്. ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, വണ്ടർഫുൾ ആയിട്ടുള്ള, അമേസിംഗ് ആയിട്ടുള്ള ഒരു കൺട്രിയിലാണ് ഞാൻ സ്റ്റേ ചെയ്യുന്നതെന്നൊക്കെ ആലോചിക്കുമ്പോഴത്തേക്കിലൊക്കെ എനിക്കൊരു വാവ് ഫീലൊക്കെയാണ് വരുന്നത്. പല വീഡിയോസ് കാണുമ്പോഴും പല കാര്യങ്ങളും നമ്മൾ നേരിട്ട് കാണുമ്പോഴും ഒക്കെ ലൈക്ക് ഓ മൈ ഗോഷ് എന്നുള്ളൊരു ഫീലാണ്. ഇതേ സാധനം ഞാനിപ്പോ ചിന്തിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ തന്നെ ലൈക്ക് ഒരു സേഫ്റ്റിയുടെ ഭാഗമായിട്ട് തന്നെ ആണെങ്കിലും ആൾക്കാരെ കൂടുതൽ പുറത്തേക്ക് ഇറങ്ങാതിരിക്കാനും അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള അലേർട്ട് കാര്യങ്ങളൊക്കെ കൊടുത്ത് ഒരു ചെറിയൊരു ഭീഷണി എന്ന് പറയാൻ പറ്റില്ല, എന്നാലും ഒരു ഭയം ഉളവാക്കുന്ന ഒരു പ്രവണത ഞാൻ കണ്ടിട്ടുണ്ട്. ബട്ട് ഇവിടെ എല്ലാവരും കൂളായിട്ട് ആസ് യൂഷ്വൽ ഒരു നോർമൽ ലൈഫ് തന്നെയാണ് നയിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് എടുത്തു പറയേണ്ട വലിയൊരു കാര്യം. അതിലൊരാളാണ് ഞാനും. നമ്മൾ നോർമലായിട്ട് പുറത്തിറങ്ങുന്നു, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പുറത്തു പോകുന്നുണ്ട്, വരുന്നുണ്ട്, എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. യാതൊരു വിധമായിട്ടുള്ള ഒരു നമുക്ക് ആ ഒരു പേടി എന്ന് പറയുന്ന ഒരു സാധനം ഇല്ല. ലൈക്ക് ഓക്കെ നമ്മൾ ദുബായിലാണ്, നമ്മൾ സേഫ് ആണ് എന്നുള്ള ഒരു ഇതിലാണ് ലൈക്ക് പൊക്കോണ്ടിരിക്കുന്നത്. ഇപ്പൊ ഇന്ത്യ മോശമാണെന്നോ അങ്ങനെ ഒന്നും അല്ല കേട്ടോ ഞാൻ പറയുന്നത്. അങ്ങനെ ഒരു കാര്യങ്ങൾ ഞാൻ പ്രതിപാദിച്ചിട്ടില്ല. നമ്മുടെ രാജ്യത്തോടുള്ള സ്നേഹവും കടപ്പാടും ഒക്കെ നമുക്ക് എപ്പോഴും ഉണ്ടാവും. പക്ഷെ എന്നിരുന്നാലും ഞാൻ പറഞ്ഞതൊക്കെ കമ്പാരിറ്റീവ്ലി നമ്മുടെ നാട്ടിൽ ഇഷ്യൂസ് വരുമ്പോഴത്തേക്കിനും അതും ജനങ്ങളുടെ സുരക്ഷയുടെ ഭാഗമായിട്ട് തന്നെയാണ് അതൊക്കെ ചെയ്യുന്നിരുന്നാലും ഇവിടെ കുറച്ചും കൂടെ ലൈക്ക് അഡ്വാൻസ്ഡ് ആണ് എന്നുള്ളത് മാത്രമാണ് ഞാൻ ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇനി ഇതിന്റെ പേരിൽ ആരും ലൈക്ക് അനാവശ്യ കമന്റുകളായിട്ടോ അല്ലെങ്കിൽ രാജ്യത്തിനെ മോശമായിട്ട് പറഞ്ഞൊന്നും പറഞ്ഞുകൊണ്ട് വരരുത്. ഞാൻ ആദ്യം തന്നെ അത് എടുത്ത് പറയാം. സോ ഞാനിപ്പോ ഒരു പ്രോഡക്റ്റ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് വന്നത്. കൂടുതൽ വളവള അടിക്കുന്നില്ല. ഞാൻ ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും ഒക്കെ തന്നെ വീഡിയോസ് കണ്ടിട്ടാണ് ഞാൻ ഈ ഒരു 5-in-1 ഒരു മൾട്ടി ഫങ്ഷണൽ സ്റ്റൈലിംഗ് ഹെയർ ഡ്രയർ വാങ്ങിയത്. സോ ഓക്കെ, നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്യാം. അത് മാത്രമേ ഉള്ളൂ എന്റെ ഉദ്ദേശം. അൺബോക്സ് ചെയ്യാൻ നിങ്ങളെ സാധനങ്ങളൊന്ന് കാണിക്കുക എന്നുള്ള ഒറ്റ ഉദ്ദേശത്തിലാണ് കേട്ടോ ഞാൻ വന്നത്. ഇത് വന്നിട്ട് ഒരു 120 സംതിങ് ആ ഒരു ദിറം റേഞ്ചിലാണ് നമുക്ക് ടെമോയിൽ ഇത് ഉണ്ടായിരുന്നത്. ബട്ട് ഞാനത് വാങ്ങുന്ന ടൈമിൽ എനിക്കൊരു 60 ദിറം 70 ദിറം സംതിങ് ആണ് എനിക്കിത് കിട്ടിയത്. കാരണം ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓഫേഴ്സ് ഒക്കെ വരാറുണ്ട്. ആ ടൈമിലാണ് ഞാൻ കൂടുതലും പർച്ചേസ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ കാർട്ട് ചെയ്തിട്ടിരിക്കുന്നതിലും എനിക്ക് ആ ഒരു ടൈമിൽ ഞാൻ കാർട്ട് ചെയ്യുന്ന ടൈമിലും വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ടൈമിലുള്ള ആ ഒരു ഹ്യൂജ് എമൗണ്ട് ഡിഫറൻസ് കാണുമ്പോഴാണ് ഞാൻ കൂടുതലും പർച്ചേസ് ചെയ്യുന്നത്. സോ ആരും തെറ്റിദ്ധരിക്കരുത്, ഞാൻ ഇതൊക്കെ ഭയങ്കര കാശ് കൊടുത്ത് വാങ്ങിക്കുന്നതാണെന്നുള്ളത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞേക്കാം. സോ ഇതിന്റെ കൂടെ എന്താണ് ഈ ഒരു എന്താ പറയാ ഇൻസ്ട്രക്ഷൻ ഒരു ബുക്ക് വരുന്നുണ്ട്. ഇതിൽ നമുക്ക് ഇതിന്റെ ഫംഗ്ഷനിങ് എങ്ങനെയാണെന്നുള്ളത് വളരെ കൃത്യമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. പിന്നെ ഇതിന്റെ എന്തൊക്കെയോ ഡോക്യുമെന്റ്സ് എന്തൊക്കെയോ പേപ്പേഴ്സ് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് തന്നെ ഉണ്ട്. ഇതിനകത്ത് ഫസ്റ്റ് വരുന്നത് ഒരു ഗ്ലൗ ആണ്. ലൈക്ക് നമ്മുടെ കൈ പൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഹോട്ട് പ്രൊട്ടക്ഷൻ ഗ്ലൗ വരുന്നുണ്ട്. പിന്നെ ഇതാണ് ഇതിന്റെ മെയിൻ ബോഡി എന്ന് പറയുന്നത്. സോ ഇതിലാണ് നമുക്ക് അറ്റാച്ച് ചെയ്യാൻ പറ്റുന്ന റിമൂവബിൾ ആയിട്ടുള്ള 5 ഹെഡ്സ് വരുന്നത്. സോ ഇതാണ് നമ്മുടെ ഡ്രയറിന്റെ മെയിൻ ബോഡി പാർട്ട് എന്ന് പറയുന്നത്. അതിന്റെ പ്ലഗ് അല്ലല്ലോ അതിനെന്ത് പറയുന്നേ, എന്തോ ഒരു സാധനം അതൊക്കെ ഇതിലുണ്ട്. സോ ഇതാണ് ഡ്രയർ ആയിട്ട് നമുക്ക് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇത് ഡ്രയർ ആണ്. പിന്നെ അതിൽ തന്നെ ഒരു കോംബോ വെർഷൻ വരുന്നുണ്ട്. എല്ലാം ഡ്രയേഴ്സ് തന്നെയാണ്, പക്ഷെ പലതും മൾട്ടി ഫംഗ്ഷൻ. നമ്മൾ പറഞ്ഞല്ലോ പലതും പല ഫംഗ്ഷൻസ് ആണ്. ഇത് വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഹെയർ ഡ്രൈ ചെയ്യാൻ മാത്രമേ ഉള്ളൂ. ഇത് വെച്ചിട്ട് നമുക്ക് ലൈക്ക് കോംബ് ചെയ്തുകൊണ്ട് നമുക്ക് ഹെയർ ഡ്രൈ ചെയ്യാം. അതിപ്പം ചെറിയ ലൈക്ക് വേവി ഹെയർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അത് കുറച്ച് നമുക്ക് ഒരു സ്ട്രെയിറ്റനിങ് ചെയ്ത എഫക്ട് പോലെയൊക്കെ ഉള്ളൊരു എഫക്ട് കിട്ടും ഈ ഒരു കോംബ് ഉപയോഗിച്ചിട്ട് നമുക്ക് സ്ട്രൈറ്റ് ലൈക്ക് എന്താ പറയാ ഡ്രൈ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ.
ഇതും മറ്റൊരു കോംബാണ്. ഇത് വന്നിട്ട് നമുക്ക് വോളിയമൈസിങ് അങ്ങനത്തെ കാര്യങ്ങൾ, അതായത് ബ്ലോ ഡ്രൈ എന്ന് പറയില്ല, നമ്മൾ ഈ സലൂൺസിലൊക്കെ പോയിട്ട് ഹെയർ വാഷ് ചെയ്തിട്ട് അവർ ബ്ലോ ഡ്രൈ ചെയ്യുന്നത് കൂടുതലും ഈ ഒരു കൈൻഡ് ഓഫ് കോംബോ വെച്ചിട്ട് ഡ്രൈ ചെയ്തിട്ടാണ് അതാക്കുന്നത്. സോ അത് ഇതിനകത്ത് അറ്റാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരെണ്ണമായിട്ട് വരുന്നുണ്ട്. പിന്നെ വന്നിട്ട് നമുക്ക് ഇതാണ് വരുന്നത്, കേളേഴ്സ് ആണ് ഇത് വരുന്നത്. ഇത് 2 സൈസിലാണ്, ഒന്ന് ഇച്ചിരി വലിപ്പമുള്ളതും ഒന്ന് കുറച്ച് ചെറിയ, അതിന്റെ സെയിം തന്നെ കനം കുറഞ്ഞൊരു സാധനമാണ് വരുന്നത്. അങ്ങനെ ടോട്ടൽ 5 ഇതാണ് ഇതിനകത്ത് വരുന്നത്. 5 ഹെഡും ഒരു ബോഡിയുമായിട്ടാണ് വരുന്നത്. സോ ഇതാണ് പ്രോഡക്റ്റ്. ഇതിൽ 2 പ്രോഡക്റ്റ് ഞാൻ യൂസ് ചെയ്ത് നോക്കിയായിരുന്നു. 2 പ്രോഡക്റ്റ് എന്നല്ല, 2 ഈ സാധനം ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. എനിക്ക് എന്താണെങ്കിലും പേഴ്സണലി ഈ പ്രോഡക്റ്റ് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. സോ ഇതിന്റെ ലിങ്കോ കാര്യങ്ങളോ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്ത് പറയുകയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പോയിട്ട് സെർച്ച് ചെയ്താലും മതി, കിട്ടും. ഓക്കെ, സോ അപ്പൊ ഇതൊക്കെ എങ്ങനെയാണ് ഉപയോഗിക്കുന്നതും കൂടെ ഞാനൊന്ന് കാണിച്ചു തരാം. ഓക്കെ, ലെറ്റ്സ് ഗോ ഗൈസ്, അല്ല ലെറ്റ്സ് കം ഗൈസ്, നമുക്ക് പോയി നോക്കാം. ഓക്കെ ഗൈസ്, അപ്പം ഞാനിതിങ്ങനെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ തന്നെ ഒരു സ്വിച്ച് വരുന്നുണ്ട്. ഇത് വന്നിട്ട് നമുക്ക് ഈ ഹെഡ് ലോക്ക് ചെയ്യാനും അൺലോക്ക് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഇത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ഇവിടെയാണ് ഇതിൻ്റെ ലൈക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നത്. നമുക്ക് നോർമലി എല്ലാ ഡ്രയറിലും അയണറിലും ഒക്കെ നമ്മൾ ഇതുപോലെ സ്വിച്ചിലായിരിക്കും ലൈക്ക് കൂട്ടവും കുറയ്ക്കുകയൊക്കെ ചെയ്യുന്നത്. ഇവിടെ വന്നിട്ട് നമ്മളിതിങ്ങനെ റോൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. കണ്ടോ, ഓക്കെ, അപ്പോൾ ഇതിന് 3 മോഡ്സ് ആണുള്ളത്. 1, 2, 3 3 മോഡിൻ്റെയും ആ ഒരു പവർ നിങ്ങൾ കേട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. സോ ഇതാണ് നമ്മുടെ ഡ്രയർ. ഓക്കെ, അത് നമുക്കിങ്ങനെ ഫിറ്റ് ചെയ്യാം. സിമ്പിളാണ്, ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്താൽ മതി, അതങ്ങ് ഇതായിക്കോളും, അതിൽ ഫിറ്റ് ആയിക്കോളും. അത് അൺലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ ജസ്റ്റ് പ്രസ് ചെയ്തിട്ട് എടുത്തു കഴിഞ്ഞാൽ സൂപ്പറായിട്ട് ഊരിയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്കിതൊന്ന് ട്രൈ ചെയ്യാം. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഈ സാധനം ഇങ്ങനെ അടിച്ചപ്പോൾ എന്താ തോന്നിയെന്ന് പറയട്ടെ, ഈ മൂവീസൊക്കെ കാണത്തില്ലേ, സിനിമാ നടിമാരൊക്കെ വന്നിട്ട് ഇങ്ങനെ ഡ്രയറൊക്കെ എടുത്ത് വെച്ച് ഇങ്ങനെ ഇതൊക്കെ ആക്കി അങ്ങനെ ലൈക്ക് പാട്ട് പാടുമ്പോഴത്തേക്കും ഹെയറൊക്കെ ഇങ്ങനെ പറന്നു പോകുന്ന സീനൊക്കെ കാണത്തില്ലേ, എനിക്കതാണ് ലൈക്ക് ഓർമ്മ വന്നത്. സോ ഇതാണ് ഫസ്റ്റ് വൺ. സെക്കൻഡ് വൺ കാണാം. ഓക്കെ, ഇത് സെക്കൻഡ് വൺ വന്നിട്ട് തന്നെ ഇങ്ങനെ കോമ്പ് വരുന്നുണ്ട്. അതിലത് കാണാൻ പറ്റുന്നുണ്ട്, ഇത് കണ്ടോ, അതിൻ്റെ ആ ഒരു ഹെഡ് കോമ്പ്. ഓക്കെ, സോ ഇത് നമുക്ക് ഇങ്ങനെ കണക്ട് ചെയ്യാം, തിരിക്കാം, മാറ്റി വരും. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു ചെറിയ ഡിഫറൻസ് കാണാൻ പറ്റുന്നില്ല. ഇപ്പോൾ വെറ്റ് ഹെയർ ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നന്നായിട്ട് അറിയാൻ പറ്റും. ഞാനിപ്പോൾ ഇത് ജസ്റ്റ് നിങ്ങളെ ട്രയൽ കാണിക്കുന്നതുകൊണ്ടാണ് ഇതിങ്ങനെ ഇരിക്കുന്നത്. വെറ്റ് ഹെയറിൻ്റെ വീഡിയോ ഞാൻ ഇതിൻ്റെ ആഡ് ചെയ്യുന്നുണ്ട്. സോ ഇതിപ്പോൾ നമുക്ക് അങ്ങനെ യൂസ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഈ മുടിയുടെ ഈ ഭാഗത്തൊക്കെ നമുക്ക് എപ്പോഴും ഡ്രയർ യൂസ് ചെയ്താൽ ചിലപ്പോൾ ഉണങ്ങിയില്ലാന്നുണ്ടെങ്കിൽ ഇത് വെച്ചൊക്കെ ഒന്ന് കോംബ് ചെയ്ത് കൊടുത്താൽ സെറ്റായി കിട്ടും. ഏത് നമുക്കിനി അടുത്തത് കൂടെ ഒന്ന് നോക്കാം. സോ ദ തേർഡ് വൺ വന്നിട്ട് അനദർ എന്താണ് റോളിംഗ് കോംബോ എന്തോ ഒരു സാധനമാണ് കേട്ടോ. ഇത് ഞാൻ ആക്ച്വലി യൂസ് ചെയ്തിട്ടില്ല, കാരണം എനിക്ക് പേടിയാണ്, മുടി ചിലപ്പോൾ കുരുങ്ങി പിടിക്കാനുള്ള ചാൻസസ് ഞാൻ കാണുന്നുണ്ട്. എന്നാലും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം.
ഓക്കെ. മുടിയൊക്കെ നന്നായിട്ട് കൊഴിയുന്നുണ്ട് എനിക്ക്, അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. പപ്പം പൊടി എല്ലാം പൊഴിഞ്ഞ് തറയിൽ പോവാന്നല്ലോ ഈശ്വരാ. എനിവേ ഗൈസ്, ഇതിങ്ങനെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ ഞാൻ ഇതുവരെ പഠിച്ചിട്ടില്ല. കാരണം ഈ ഒരു സാധനം ഞാൻ ഫസ്റ്റ് ടൈമാണ് യൂസ് ചെയ്യുന്നത്. സോ എനിക്ക് അതിൻ്റെ ഒരു ഐഡിയ കിട്ടുന്നില്ല. ഞാൻ കണ്ടിട്ടുള്ളതിലേക്ക് ഇത് വെച്ചിട്ട് ഇങ്ങനെയൊക്കെ ചുറ്റിപ്പിടിച്ച് ഇങ്ങനെ ലൈക്ക് അത് നല്ല കുറച്ച് ഹീറ്റ് കൊടുത്ത് ഇങ്ങനെ ആക്കുമ്പോഴത്തേക്കിനും താഴെ ഇങ്ങനെ കേൾ പോലെയൊക്കെ വന്ന് ഒരു വേവി ആയിട്ടുള്ളൊരു സാധനമൊക്കെ നമുക്ക് കിട്ടും. കുറച്ച് വോളിയം ഒക്കെ തോന്നിക്കുന്ന ഒരു സാധനമാണ്. ഇത് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നവർക്ക് അങ്ങനെ യൂസ് ചെയ്യാം. എനിക്കറിയാത്തത് കൊണ്ട് ഞാൻ എന്തൊക്കെ മുന്നേ കാണിക്കുന്നു, നിങ്ങൾ കാര്യമാക്കണ്ട. ഇതിൻ്റെ ട്യൂട്ടോറിയലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വല്ല യൂട്യൂബിലും പോയി സെർച്ച് ചെയ്യുക, അല്ലെങ്കിൽ അറിയാവുന്ന ആരോടെങ്കിലും ചോദിക്കുക. എനിക്കറിയില്ല ഗൈസ്, ഐ എം സോറി. സോ നെക്സ്റ്റ് വൺ ഈസ് ദിസ്. ഇതും ഇതിൻ്റെ മറ്റതും രണ്ടും ഒരേപോലത്തെ തന്നെയാണ് കേട്ടോ വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഒന്ന് തന്നെ കാണിക്കുന്നത്. മറ്റേത് ഇതിന് ശകലം കൂടെ കനം കുറവാണെന്ന് മാത്രമേ ഉള്ളൂ, അതിൻ്റെ തിക്നെസ് കുറവാണെന്നേ ഉള്ളൂ. സോ ദിസ് വൺ, ഇത് വന്നിട്ട് കൂടുതലും കേളിങ് ഇതിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതിങ്ങനെയൊന്നും അല്ലടാ, നമുക്കൊന്ന് പോണ്ടേ. അല്ല, ഒരു മിനിറ്റ് കഴിച്ചത് ഇതിങ്ങനെയല്ല. എന്നാലും ഇത് എങ്ങനെയായിരുന്നു? അതെന്ത് വളയാത്ത, ഞാൻ അന്ന് ചെയ്തപ്പോൾ വളഞ്ഞൊക്കെ വന്നല്ലോ. ഗൈസ്, ഇതെന്താ ഫ്ലോപ്പായി പോണേന്ന് എനിക്ക് അറിയാൻ പറ്റണില്ല. എന്റെ പൈസ വെറുതെ പോയാ. ഇതെങ്ങോട്ടാ കിട്ടണ്ടേ? അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്ത് പറഞ്ഞു തരണം ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന്. എന്റെ പൊട്ടബുദ്ധിക്ക് തോന്നിയ പോലെയൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട്. ആകെ 4-3 പൂച്ചപ്പൊടിയേ ഉള്ളൂ, അതിനെ ഞാൻ നശിപ്പിക്കുമെന്നാണ് തോന്നുന്നത്. ഇല്ല ഗൈസ്, ഫൈനലി യെസ്, വന്നു. ഇതേ കണ്ട് പുഴു പോലെയൊക്കെ കിടക്കുന്നു. ഇത് കുറച്ചുകൂടെ വൃത്തിക്ക് ചെയ്ത് വൃത്തിയായിട്ട് കിടക്കും. ചെയ്യാൻ അറിയാവുന്നവർ ചെയ്ത് അതുപോലെ കിടക്കും. ഓക്കെ, നമുക്ക് എന്തായാലും ഇത് വെച്ചിട്ടൊരു പരീക്ഷണമുണ്ട്. വർക്കാവുന്നുണ്ട്. കണ്ട കൂട്ടപ്പടായി. എന്താണ്ടൊക്കെ കാണിച്ചു ഇറക്കി. മുടിയൊക്കെ കീറി പോവാത്ത മുടിയൊക്കെ ഇതിലൊക്കെ ചുറ്റിപ്പിടിച്ച് കുരുങ്ങിതിനകത്ത് ഇരിക്കാത്തത് ഭാഗ്യം. സോ ഗൈസ്, ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ അൺബോക്സിങ് ആൻഡ് പരിചയപ്പെടുത്തൽ. ഇവരൊക്കെയായിരുന്നു എൻ്റെ പ്രോഡക്ട്സ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് കണ്ടു ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇതുകൊണ്ട് വലിയ ഉപയോഗം എനിക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ആക്ച്വലി ഡ്രയർ മാത്രമേ എനിക്ക് യൂസ് ആവുള്ളൂ എന്ന് തോന്നുന്നു. കാരണം ബാക്കിയൊന്നും പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ എനിക്കും അറിയില്ല. കണ്ട ഒരു ആവേശത്തിന് അങ്ങ് വാങ്ങിച്ചതാണ്. ഇതിന് ഞാൻ വന്നിട്ട് ഒരു നോർമൽ ഡ്രയർ മാത്രം വാങ്ങിച്ചാൽ മതിയായിരുന്നു എന്ന് തോന്നുന്നു എൻ്റെ ഈ കാർ കൂന്തൽ മെയിൻറ്റെയിൻ ചെയ്യാൻ. എനിവേ എന്തുവായിരുന്നാലും വാങ്ങിച്ചു. അതായത് കാശ് കൊടുത്ത് കടിക്കുന്ന പട്ടിയെ വാങ്ങിച്ചെന്ന് പറയില്ലേ, അതാണ് ഇപ്പോഴത്തെ എൻ്റെ ഒരു അവസ്ഥയായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്. സോ എൻ്റെ ഈ ഫസ്റ്റ് ബ്ലെൻഡർ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. സോ അടുത്ത ബ്ലെൻഡറുകളും അടുത്ത വെറുപ്പിക്കലുമായിട്ടൊക്കെ ഞാൻ വരുന്നത് വരയ്ക്കും. പ്ലീസ് സ്റ്റേ ട്യൂൺഡ് ഗൈസ് ആൻഡ് don't forget to follow my channel. Follow adala subscribe alla YouTube. Okay, subscribe my channel and press the bell icon 2 3 4 5. ആ ബെല്ലൈക്കനൊക്കെ ഒന്ന് പ്രസ് ചെയ്യുക. പിന്നെ ഫാമിലിക്ക് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. പിന്നെ എന്തെങ്കിലുമൊക്കെ ഒന്ന് 2 കമൻ്റൊക്കെ ഇടടേ. ഞാനും ഇങ്ങനെ വീഡിയോ ഇട്ടിട്ട് എത്രയെന്നും പറഞ്ഞ് നോക്കിയിരിക്കുന്നത്. ആരെങ്കിലും കമൻറ്റ് ചെയ്യുമോ, എന്തെങ്കിലും റിപ്ലൈ കൊടുക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് കഷ്ടമുണ്ട് കേട്ടോ. കെഞ്ചുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. ഇച്ചിരി മനസാക്ഷിയൊക്കെ വേണം. കണ്ണിച്ചോര. അപ്പോൾ ശരി, എന്നാൽ അടുത്ത വിശേഷങ്ങളായിട്ട് വരുന്നത് വരേക്കും ബൈ. ദിസ് ഇസ് മീ രേവതി signing off from Talks and Walks by Revati.